ജിമ്മിയിൽ നിന്ന് തുടങ്ങിയാൽ ജിമ്മി 25% വോട്ട് ഷെയറെങ്കിലും ഞങ്ങൾ നേടും എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് നടത്തിയ രാജീവ് ചന്ദ്രശേഖറും BJPയുടെയും കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 20% ഞങ്ങൾ നേടിയിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു ഒരു ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ വോട്ട് ഷെയർ പുറത്തു വരുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തു വരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്നിലാണ്. 14.71% തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ചിലയിടങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റികൾ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. ഭരിച്ചിരുന്ന മുനിസിപ്പാലിറ്റികളിൽ ചിലതിൽ കേവല ഭൂരിപക്ഷമില്ല. പന്തളത്ത് തോറ്റു, തൃപ്പൂണിത്തുറ കിട്ടി. പക്ഷേ അപ്പോഴും BJPക്ക് തിരിച്ചടിയാണോ വോട്ട് ഷെയറിൽ? വോട്ട് ഷെയറിൽ തിരിച്ചടിയാണെന്നുള്ള സംശയമില്ലല്ലോ. നമ്മൾ കണക്കല്ലേ പറയുന്നത്. 15% കഴിഞ്ഞ തവണ വന്നെടുത്ത് ഇപ്പോൾ 14.71. അപ്പോൾ 0.39% കുറവുണ്ടായിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ നമ്മൾ നോക്കിയാൽ അത് തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു 13% അതേഴ്സ് ഇതിനകത്ത് കൂട്ടാതെ കിടപ്പുണ്ട്. അത് ആരുടെ അതേഴ്സ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും അത് പ്രൊപ്പോർഷണൽ നിങ്ങൾ നോക്കിയാൽ അത് UDFനും LDFനും കഴിഞ്ഞിട്ടേ BJPക്ക് വരൂ. അപ്പോൾ എന്തായാലും BJPക്ക് വിചാരിച്ചത്ര ഒരു കയറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. 2020 15%. 2015 13%, 2% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് 2010 ഒരു വലിയ കുതിച്ച് 6% ആയിരുന്നതാണ് 2015 ആകുമ്പോഴേക്കും 13% വർദ്ധിപ്പിച്ചത്. BJP അങ്ങനെ ഒരു തവണയേ വലിയ കുതിച്ചുകയറി നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 2%, ഇത്തവണ കുറച്ച് പുറകോട്ട് പോയിരിക്കുന്നു. ചിലപ്പോൾ സ്വതന്ത്രന്മാരുടെ കൂട്ടിയാൽ 15 തന്നെ വരും എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ലല്ലോ കണക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളരെ വലിയ വിജയം, പല കോർപ്പറേഷനുകളിലും ഉണ്ടായ വളരെ വലിയ സാന്നിധ്യം, അത് തന്നെയാണ് BJPയുടെ തിരിച്ചടിയുടെ ലക്ഷണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം നഗരമേഖലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. 35-36 സീറ്റിൽ നിന്ന് 50 സീറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ വോട്ട് ഷെയർ കാര്യമായി കൂടിയിട്ടുണ്ടാവണമല്ലോ സ്റ്റാറ്റിസ്റ്റിക്കലി. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, ഇവിടെ എല്ലാം BJP കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ അവരുടെ ട്രഡീഷണൽ മേഖലകൾ അവർ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വോട്ട് ഷെയർ 20% ഉയർന്നില്ല എന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ തെളിവ്. ഈ വളരെ വലിയ ഒരു തിരുവനന്തപുരത്തിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ളത് നമ്മൾ കാണാതെ പോയതാണ്, മിസ്സായി പോയതാണ്. അത് കണക്കിലെടുത്ത് കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. BJPക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കഴിഞ്ഞ തവണയും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. 2% വർധനവേ ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ താരതമ്യം ചെയ്യരുത് എന്നുള്ളതും വ്യക്തമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP അടിച്ചു കയറും എന്നുള്ളത് ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ചില സ്ഥലങ്ങളിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും തദ്ദേശത്തിൻ്റെ അത്രയും അതിനേക്കാൾ മുകളിലേക്കാണ് അവർ പോയത്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് വിടാം, വേറൊരു സംഭവമാണ്. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ BJPക്ക് ഇങ്ങനൊരു വളർച്ച ഉണ്ടായാൽ മതിയോ? തദ്ദേശ തിരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ BJPക്ക് വോട്ട് ഷെയർ കുറയാനാണ് സാധ്യത സ്റ്റാറ്റിസ്റ്റിക്കലി ഇതുവരെയുള്ള കാലത്ത്. അങ്ങനെയാണെങ്കിൽ 14.71% നേടിയ BJP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിലും കുറയാനാണോ സാധ്യത? ഇതാണൊരാശങ്ക. BJPക്കാരുടെ നെഞ്ചിടിക്കുന്നത് ഈ ഒരു കണക്കിലാണ്. എവിടെ പോയി നമ്മുടെ വോട്ടുകൾ എന്ന് ചോദിച്ചാൽ ഗ്രാമമേഖലകൾ വളരെ വലിയ പരാജയം, അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന പാലക്കാട് കോർപ്പറേഷൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ജയിച്ചത്. 53 സീറ്റുള്ളത് 25 ഉള്ളൂ, കേവല ഭൂരിപക്ഷമില്ല. കയ്യിലുണ്ടായിരുന്ന പന്തളം പോയി, പകരം എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി കിട്ടി. അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വാർഡുകളുടെ എണ്ണം നിങ്ങൾ മൊത്തത്തിൽ 320 വാർഡിൻ്റെ വർധനവേ ഉള്ളതേ. ഗ്രാമപഞ്ചായത്തിൽ 19 26ആയി. നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി മുമ്പും 2 ഇപ്പോഴും 2. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 മുനിസിപ്പാലിറ്റിയിലും ആക്ച്വലി കൃത്യമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് BJP എന്ത് പാഠമാണ് പഠിക്കുക? സംസ്ഥാന വ്യാപകമായ ഒരു പാർട്ടിയായി വളരാൻ BJP ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻട്രോഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കരുതിയ സ്ഥലങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളായ 3 ജില്ലകളായിരുന്നു. ആ ജില്ലകൾ നിങ്ങൾക്ക് നിലം തൊടാനായില്ല എന്നുള്ളതാണ്. കയ്യിലിരിപ്പാണ് കേട്ടോ. അത് കേരളത്തിലെ BJP എന്താണെന്ന് നോർത്ത് ഇന്ത്യയിലെ BJPക്കാർക്ക് മനസ്സിലാവാത്തതാണോ എന്തോ. കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള ഒരു 2-3 മാസം കൃത്യമായി ദേശീയ നേതൃത്വത്തിലുള്ള പല സംസ്ഥാനങ്ങളിലെ BJPക്കാരും സംഘപരിവാരവും പണി കൊടുത്തതുകൊണ്ട് കൃത്യമായി ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായി. ആ ഒരു സാധ്യത അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മേഖലയിൽ 2 ജനറൽ സെക്രട്ടറിമാർ ക്രിസ്ത്യാനികളാണ് BJPയിൽ. ചരിത്രത്തിലില്ലാത്തതാണ്. അതൊക്കെ വെച്ച് പടക്കിറങ്ങിയതാണ്. പക്ഷേ നിലം തൊടാൻ പറ്റിയില്ല. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി,
പിന്നെ എറണാകുളം സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എല്ലായിടത്തും പാളി. ഇത് മാത്രമല്ല ഭരണവിരുദ്ധ വികാരമാണ്, അത് കൃത്യമായി കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ എത്ര സീറ്റ് എത്ര ശതമാനം എന്നതിലൊക്കെ അപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ LDFൻ്റെ കുത്തകയാവാനുള്ള കാരണം എത്ര മോശം ഭരണമാണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ CPMൻ്റെയും CPIയുടെയും LDFൻ്റെ മൊത്തത്തിലെയും കേഡർ സംവിധാനം ഇളകില്ല. എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നയാൾ ഒരു CPMകാരനായിരിക്കും, ഒരു കോൺഗ്രസ്സുകാരനായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശത്തിൽ CPMനെ മറിച്ചിടുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അതങ്ങനെ കാര്യമായി നടന്നിട്ടില്ല. ഇത്തവണ അങ്ങനെ നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് നിങ്ങൾക്ക് ദിവസവും അറിയാവുന്ന ആളുകളെ പോലും വേണ്ടെന്ന് വെക്കുന്ന രീതിയിൽ അവരോടുള്ള വിരോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ട്രെൻഡ് പല സ്ഥലങ്ങളിലും കണ്ടു. അത് വോട്ടിൻ്റെയോ വോട്ട് ശതമാനത്തിൻ്റെയോ ആര് ജയിച്ചു എന്നതല്ല ഞാൻ പറയുന്നത്, വേറൊരു കാര്യമാണ്. പക്ഷേ BJP എന്തായാലും സംസ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു പാർട്ടി അല്ലല്ലോ. BJPക്ക് ആ വോട്ട് വേണ്ടത് അങ്ങനെ വേണ്ടതാനും. BJP ടാക്റ്റിക്കലായിട്ട് നീങ്ങുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി BJPക്ക് എൻ്റെ പോയിന്റ്, രണ്ടാമത്തെ പോയിൻ്റാണ്, നമ്മൾ BJPയുടെ വോട്ട് ഷെയർ കൂടിയില്ല എന്നുള്ളത് നമ്മൾ സമർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി BJPക്ക് വോട്ട് ഷെയർ കൂടണമോ സംസ്ഥാന വ്യാപകമായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് അങ്ങനെ വേണ്ട എന്നാണ് ഉത്തരം. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനും അവരുടെ സാന്നിധ്യം അറിയിക്കാനും 10 സീറ്റുകൾ വരെയെങ്കിലും വേണം. പോട്ടെ, ഒരു 5 സീറ്റുകൾ വരെയെങ്കിലും വേണം. അതിന് സംസ്ഥാന വ്യാപകമായി BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ നേടിയെടുക്കുകയും വേണോ? വേണ്ട. ഇപ്പം ഞാനൊരു കണക്ക് പറയാം. തിരുവനന്തപുരത്തെ 4 കോർപ്പറേഷനുകൾ, 4 മുനിസിപ്പാലിറ്റികൾ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ. അങ്ങ് കാസർഗോഡ് പോയാൽ കാസർഗോഡും മഞ്ചേശ്വരവും. ഇത്തവണ കാസർഗോഡ് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിലെടുത്ത് നോക്കിയാൽ കാസർഗോഡ് BJP ആണ് മുമ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ. അപ്പോൾ ടാക്റ്റിക്കൽ വോട്ടിങ്ങിലൂടെ BJPക്ക് ഒരു 6 നിയമസഭകൾ പിടിച്ചാൽ 0-ൽ നിന്ന് നേമം ജയിച്ചു. കഴിഞ്ഞ തവണ നേമം പോയി. ഇത്തവണ വീണ്ടും തിരുവനന്തപുരത്ത് ഒരു 4 സീറ്റ്, കാസർഗോഡ് 2 സീറ്റ്, ചിലപ്പോൾ പാലക്കാടോ തൃശ്ശൂർ അവിടെ നിന്ന് ഒരു പൊട്ടോ പൊടിയോ ജയിച്ചാലായി, ജയിച്ചില്ലെങ്കിലായി. ഇത്രയും മതി BJPക്ക്. അതുകൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ളൊരു ഒരു 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 പ്രശസ്തമായൊരു വാചകമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളെ പലപ്പോഴും പറ്റിക്കും. കൃത്യമായൊരു ഒരു 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 എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പറ്റിക്കും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടി ഏതാ? അത് LDF ആണ്, 1,75,000. രണ്ടാമത്തെ പാർട്ടി ഏതാ? അത് NDA, 1,60,000. പക്ഷെ ജയിച്ചതാരാ? BJP. അതുകൊണ്ട് കണക്കുകളിലും വോട്ട് ഷെയറിലും ഒന്നും കാര്യമില്ല, ടാക്റ്റിക്കൽ വോട്ടിങ്ങിലാണ് കാര്യം. BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് മത്സരിച്ചത്. അതുകൊണ്ട് 1,00,000 CPMനേക്കാളും LDFനേക്കാളും ഏതാണ്ട് 15,000 വോട്ട് കുറവായിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ വായിച്ച 6 സീറ്റുകൾ, അതായത് വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കാസർഗോഡ്, മഞ്ചേശ്വരം, ചില സ്ഥലങ്ങളിൽ തൃശ്ശൂരും ചില പാലക്കാടും, ഒരുപക്ഷെ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒരു 14-15% വോട്ടുള്ള BJPക്ക് ഈ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് നടത്തുകയും ചെയ്താൽ എന്താ പുളിക്കോ? ഞാൻ കാണുന്ന ഒരു സാധ്യത BJP ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അതിലേക്കാണ്. കേരളം പിടിക്കാനല്ല, ജയിക്കാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശവും ചൂണ്ടിക്കാണിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാഞ്ഞു പിടിച്ചാൽ അവർക്ക് അവരുടെ നിയമസഭാ ഫലം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. മറ്റ് സ്ഥലങ്ങളിൽ, നഗര കേന്ദ്രീയ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് കട്ടറായത്? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ UDFന് കയ്യിലിരിക്കേണ്ട സ്ഥലമായിരുന്നു. അത് BJP നില മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് 7-ൽ നിന്ന് 13-ലേക്ക് ആക്കിയതുകൊണ്ടാണ് UDFനിൽ നിന്ന് പോയത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഇത്രയും വോട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരോടായിരിക്കും ചർച്ചയ്ക്ക് പോകാൻ സാധ്യത? അത് ഞാൻ ഊഹങ്ങൾക്കും സാധ്യതകൾക്കും വിടുകയാണ്. പക്ഷേ BJPയുടെ ബുദ്ധി അതിലായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് വോട്ട് ശതമാനത്തിൽ തദ്ദേശത്തിൽ BJPക്ക് 2 രീതിയിൽ തിരിച്ചടിയാണ്. 1 ശതമാനത്തിൻ്റെ കാര്യത്തിൽ, 2 അവരുടെ കയ്യിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും പോയി. പ്രത്യേകിച്ച് ശബരിമല ക്യാമ്പയിൻ്റെയൊക്കെ സ്ഥിരാകേന്ദ്രമായിരുന്ന പന്തളം പോയി, ചില ഗ്രാമസഭകൾ പോയി. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റി. 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുണ്ടായിരുന്നു, അത് 1 ചുരുങ്ങി. ഇതെല്ലാം തിരിച്ചടികളാണ്, 2 രീതിയിൽ തിരിച്ചടിയാണ്. പക്ഷേ BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ ഇത്രയും മതി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. Meet the editors.